പേരിൽ കാണുന്നത്ര ലളിതമല്ല പ്രാവൻകൂട് ഷാപ്പിൻ്റെ കഥയും രംഗങ്ങളും ഭാഷയും. നവാഗതനായ ശ്രീരാജ് ശ്രീനിവാസൻ ഡാർക്ക് ഹ്യൂമർ ജോണറിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നതെങ്കിലും കോമഡിയും സെൻറ്റിമെൻറ്റ്സും ഫാൻറ്റസിയും പിന്നെ കുറച്ച് വഷളത്തലകളുമൊക്കെ ചേർന്നാണ് സിനിമ സ്ക്രീനിൽ വരുന്നത്. വ്യത്യസ്ത ഗെറ്റപ്പിലെത്തിയ സൗബിൻ ഷാഹിറിൻ്റെ അഭിനയം ഈ സിനിമയുടെ എടുത്തു പറയേണ്ടുന്ന ഘടകമാണ്. എങ്കിലും ഇടയ്ക്ക് ചിലയിടത്ത് അദ്ദേഹം അമ്പിളി ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാലിന് ചട്ടയുണ്ടെങ്കിലും സകലകല വല്ലഭനാണ് കണ്ണൻ. കള്ളുഷാപ്പിലെ ജോലിക്കാരനാകുമ്പോൾ തന്നെ അയാൾ മജീഷ്യനും തവളപിടുത്തക്കാരനും ഓട്ടോറിക്ഷ ഓടിക്കുന്നയാളുമൊക്കെയായി ദാരിദ്ര്യത്തോട് പടവെട്ടുന്ന വളരെ സാധാരണക്കാരനുമാണ്. അയാളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഈ കാലം കൊണ്ട് താൻ ചെയ്യാത്ത ജോലികളൊന്നുമില്ല. മുഴുക്കുടിയൻ അച്ഛനിൽ നിന്നുള്ള ദുരനുഭവങ്ങൾ, കള്ളും കള്ളുഷാപ്പും ഛർദിക്കും തൂറ്റലിനുമുള്ള വകുപ്പാണ് SI സന്തോഷിന്. എന്നിട്ടും ഇയാളിൽ തന്നെയാണ് കള്ളുഷാപ്പിലെ തൂങ്ങിമരണത്തിൻ്റെ അന്വേഷണം വന്നു ചേരുന്നത്. കള്ളുഷാപ്പ് അടച്ചതിന് ശേഷം അതിനകത്ത് നടക്കുന്നൊരു ആത്മഹത്യയുടെയോ അല്ലെങ്കിൽ കൊലപാതകത്തിൻ്റെയോ അന്വേഷണമാണ് സിനിമയുടെ ഇതിവൃത്തം. കള്ളുഷാപ്പ് അടക്കുമെങ്കിലും പതിവുകാർക്ക് അതിനകത്ത് കള്ളുകുടിക്കാനും ചീട്ടുകളിക്കാനും എല്ലാമുള്ള സൗകര്യങ്ങളുണ്ട്. അടഞ്ഞ വാതിലിനകത്ത് അത്തരത്തിൽ 10-11 പേരുണ്ട്. അവർക്കിടയിലാണ് ഒരു ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം അവരറിയാതെ നടക്കുന്നത്. താഴെത്തട്ടിലുള്ള ഏതാനും പേരുടെ ജീവിതങ്ങളിലൂടെ ആയതിനാലും അവർക്കിടയിൽ ഏതാനും സാധാരണക്കാരും ഒരു അധ്യാപകനും എക്സ് മിലിറ്ററിക്കാരനുമൊക്കെ ഉണ്ടെങ്കിലും ഭാഷയിൽ പലയിടത്തും ദയാർത്ഥ പ്രയോഗങ്ങളുണ്ട്. വെടി എന്ന വാക്കിനെ ഒരേ സമയം രണ്ടർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നതിന് പുറമെ അങ്ങേയറ്റം നാടൻ പ്രയോഗങ്ങളായ കൊടുക്കൽ, കളി തുടങ്ങിയവയെല്ലാം ഇരട്ട അർത്ഥത്തിൻ്റെ അകമ്പടിയോടെ പ്രയോഗിച്ചിട്ടുണ്ട്. സിനിമ കാണുന്നവരെയും കഥയുടെ സാഹചര്യങ്ങളെയുമെല്ലാം ഇത്തരം വാക്കുകളുടെ അശ്ലീല പ്രയോഗങ്ങൾ തന്നെയാണ് അർത്ഥമാക്കുന്നത്. സങ്കീർണമായ തിരക്കഥയും ട്രീറ്റ്മെൻറ്റുമൊക്കെയായി ഒരല്പം ബുദ്ധിമുട്ടും പ്രേക്ഷകൻ പ്രാവൻകൂട് ഷാപ്പിൽ കയറാനും ഇറങ്ങാനും. അതിൻ്റെ കൂടെ തൃശ്ശൂർ ഭാഷയുടെ സങ്കീർണതയും കൂടിയാകുമ്പോൾ വേഷാകും. കഥ നടക്കുന്നത് തൃശ്ശൂരിന് പരിസരത്തെ ഒരു ഗ്രാമത്തിലായതിനാൽ ഭാഷാശൈലി പൂർണ്ണമായും തൃശ്ശൂരീകരിച്ചാണ് സിനിമയിൽ പ്രയോഗിച്ചിരിക്കുന്നത്. എന്നാൽ പതിവ് തൃശ്ശൂർ സിനിമകൾ പോലെ റൗണ്ടിലേക്കും പൂരപ്പറമ്പിലേക്കും ഒന്നും ക്യാമറ കൊണ്ടുപോയി ഇടം തൃശ്ശൂരാണെന്ന് ഉറപ്പിക്കാൻ സംവിധായകൻ ശ്രമിച്ചിട്ടുമില്ല. കഥ ആത്മഹത്യയുടെ അല്ലെങ്കിൽ കൊലപാതകത്തിൻ്റെ അന്വേഷണമായതുകൊണ്ട് പോലീസുകാരുണ്ടാവും, അവർക്കൊരു സ്റ്റേഷനും ഉണ്ടാകും. അതിനായി തൃശ്ശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് സംഗതികളെന്ന് തിരിച്ചറിയാനൊരു പേര് കാണിക്കുന്നുണ്ടെന്ന് മാത്രം. ബേസിൽ ജോസഫിൻ്റെ SI സന്തോഷിൽ നിന്നും പതിവ് തമാശകളാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതൊരു അമിത ആഗ്രഹമാകും. ആളൊരു ഗൗരവക്കാരനും മികച്ച കുറ്റാന്വേഷണമൊക്കെ ആണെങ്കിലും ആ കഥാപാത്രത്തിന് യോജിക്കാത്തത്ര ചലിപ്പുകൾ തിരക്കഥാകൃത്ത് കുത്തിക്കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്വേഷകൻ്റെ വ്യത്യസ്ത വഴിയെന്നൊക്കെ ന്യായം പറയാമെങ്കിലും സാധാരണ പ്രേക്ഷകർക്ക് ആ ശൈലികളൊക്കെ ഇഷ്ടപ്പെടുമോ എന്ന് പറയാൻ പറ്റില്ല. ആത്മഹത്യയെന്ന് തോന്നാവുന്ന ഒരു സംഗതിയെ അമിത ബ്രില്യൻസിലൂടെ ആദ്യം തന്നെ കൊലപാതകമായി ചിത്രീകരിക്കാനും തങ്ങളല്ലാത്ത മറ്റാരോ കൂടി ഇവിടെയുണ്ടെന്ന് വരുത്തി തീർക്കാനും ആദ്യം തന്നെ തിരക്കഥാകൃത്ത് ശ്രമിച്ചിട്ടുണ്ട്. ആ പ്രസ്താവനയിലൂടെ പ്രേക്ഷകരെ വഴിതെറ്റിച്ച് ഒടുവിലൊരു സത്യത്തിലെത്താനാണ് കഥ ശ്രമിക്കുന്നത്. കാഴ്ചക്കാരൻ ഉദ്ദേശിക്കാത്തൊരു കൊലയാളിയെ അവതരിപ്പിക്കാൻ ആവശ്യമായത്രയും തെറ്റിദ്ധാരണകളെല്ലാം കഥയിൽ പലയിടത്തായി ഒരുക്കി വെച്ചിട്ടുമുണ്ട്. കഥ അങ്ങനെ തന്നെ കൊണ്ടുപോയി പ്രേക്ഷകനെ വിസ്മയിപ്പിക്കാനുള്ള എല്ലാ തന്തുക്കളും ഉണ്ടായിട്ടും അനാവശ്യമായ സങ്കീർണതകൾ ചേർത്ത് വെക്കാൻ നടത്തിയ ശ്രമം സിനിമയുടെ നേരിട്ടുള്ള കാഴ്ചയെ പ്രതിസന്ധിയിലാക്കിയേക്കും. അതോടൊപ്പം ചിലയിടങ്ങളിൽ ദൃശ്യഭാഷയിലൊരു തുടർച്ചയില്ലായ്മയോ കാണുന്ന രംഗങ്ങളിൽ ചില കുഴച്ചിലുകളൊക്കെയോ അനുഭവപ്പെടുന്നുമുണ്ട്. കള്ളുഷാപ്പിലെ തൊഴിലാളിയായിരിക്കെ കണ്ണൻ എന്ന മാന്ത്രികനെ കൂടി അവതരിപ്പിക്കുന്ന രംഗങ്ങളുടെ ഭാവനയും അതിലെ ഫാൻറ്റസിയും പ്രാവൻകൂട് ഷാപ്പിലെ മികച്ച രംഗങ്ങളാണ്. കാഴ്ചക്കാരെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ മാജിക് രംഗങ്ങൾ സാധിക്കുന്നുണ്ട്. സിനിമയിൽ എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രം നിയാസ് ബക്കറിൻ്റെ സിലോണാണ്. തൻ്റെ വേഷവും ഭാഷയും മറിമായത്തിലൂടെയുള്ള പ്രേക്ഷക പ്രീതിയും നിയാസിന് എളുപ്പത്തിൽ സിലോണിലേക്കൊരു പരകായ പ്രവേശനത്തിന് സഹായിച്ചിട്ടുണ്ട്. അൻവർ റഷീദാണ് പ്രാവൻകൂട് ഷാപ്പിൻ്റെ നിർമ്മാതാവ്. ഗപ്പിയിലും അമ്പിളിയിലും പടയിലും സുലേഖ മനസ്സിലും തല്ലുമാലയിലും ഫാലിമിലിയിലും പ്രേമലിയിലും ഒരുക്കിയ ഗാനങ്ങളുടെ പ്രതീക്ഷ പ്രാവൻകൂട് ഷാപ്പിലും വിഷ്ണു വിജയ് തകർത്തില്ല. മുഹസിൻ പരാരിയും വിനായക് ശശികുമാറുമാണ് വരികൾ ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല മഞ്ഞുമൽ ബോയ്സിന് ശേഷം ഷൈജു ഖാലിദ് ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രമെന്ന പ്രത്യേകതയും പ്രാവൻകൂട് ഷാപ്പിനുണ്ട്. കള്ളുഷാപ്പിലെ ഉത്തരത്തിൽ കൂടുകൂട്ടിയ 2 പ്രാവുകൾക്ക് അവിടുത്തെ കാര്യങ്ങൾ മുഴുവനും അറിയാം. ഇക്കാര്യങ്ങളെല്ലാം പ്രേക്ഷകനെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം തിരക്കഥാകൃത്തിനായതിനാൽ അദ്ദേഹം അതിന് ഉപയോഗിക്കുന്നത് ദൃശ്യഭാഷയേക്കാളേറെ സംഭാഷണങ്ങളോ ആത്മകഥനങ്ങളോ ആണെന്ന് മാത്രം.